നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 9 മാസങ്ങൾ പിന്നിടുന്നതിനിടെ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ. ഇതിനിടെ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നാളെ ദോഹയിൽ ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ച വിജയത്തിൽ എത്തുമെന്നാണ് കരുതുന്നതായി അമേരിക്ക ആവർത്തിച്ചു. ബന്ദികളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന സൂചന നൽകി. എന്നാൽ ഏത് വിധത്തിലും വെടിനിർത്തൽ അട്ടിമറിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിച്ചു. അമേരിക്കയിലെത്തിയ നെതന്യാഹു പ്രസിഡന്റ് ജോ ബൈഡൻ, മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ചർച്ച നടത്തും. ബന്ദികളുടെ മോചനത്തിന് കരാർ നടപ്പാക്കാൻ വൈകരുതെന്ന പ്രതീക്ഷ നേതാവ് യായർ ലാപിഡ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. അമേരിക്കൻ കോൺഗ്രസിന് മുമ്പാകെ ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂത വിഭാഗത്തിൽപ്പെട്ടവർ പ്രതിഷേധിച്ചു. ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തണമെന്നും പ്രക്ഷോഭകർ പറഞ്ഞു. സുരക്ഷാ വിഭാഗം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്താക്കിയത്. US കോൺഗ്രസിന്റെ ഇരു സഭകളെയും നെതന്യാഹു അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധം. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ മധ്യസ്ഥതയിൽ ബീജിംഗിൽ 3 ദിവസം നീണ്ട ചർച്ചകളിലൂടെ ഐക്യ കരാറിൽ എത്തിയ ഫലസ്തീൻ കൂട്ടായ്മകൾക്ക് പിന്തുണയുമായി തുർക്കിയും നിരവധി അറബ് മുസ്ലിം രാജ്യങ്ങളും രംഗത്ത് വന്നു. ഗാസയിൽ ഐക്യ സർക്കാരിന് രൂപം നൽകുകയാണ് കരാറിലെ പ്രധാന തീരുമാനം. കുഞ്ഞുങ്ങളോടുള്ള ഇസ്രയേൽ അധിനിവേശ സേനയുടെ ക്രൂരതയ്ക്ക് തെളിവുമായി അമേരിക്കൻ വംശജനായ ജൂത ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ലോകത്തെ ഞെട്ടിച്ചു. ഇസ്രയേൽ അധിനിവേശ സ്നൈപ്പർമാർ ഗാസയിൽ കുട്ടികളെ നെഞ്ചിലും തലയിലും മനഃപൂർവ്വം വെടിയുതിർത്ത് കൊല്ലുന്നതായാണ് CBS ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ മാർക്ക് പോൾട്ടർ വെളിപ്പെടുത്തിയത്. ഗാസയിലുടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം മാത്രം 84 പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂണിസിലും മറ്റും കൂടുതൽ ഉള്ളിലോട്ട് കയറിയ ഇസ്രയേൽ കവചിത വാഹനങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണ്. ഗാസയുടെ 80% പ്രദേശങ്ങളും ഇസ്രയേൽ സേന തടഞ്ഞതായി UN വ്യക്തമാക്കി. പോളിയോ ഉൾപ്പെടെ രോഗങ്ങൾ പടരുന്നതായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ സംഘം ഗാസ സന്ദർശിക്കും. മലിനജലം കുടിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത്.